സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി പട്ടം എന്നാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും NDA സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രൻ. വൈദേശിക ആധിപത്യത്തിൻ്റെ ഭാഗമായാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നത്. പേര് മാറ്റേണ്ടത് അത്യാവശ്യമാണെന്നും K. സുരേന്ദ്രൻ. സുരേന്ദ്രനെ വിമർശിച്ച് LDFും UDFും രംഗത്തെത്തി. പഞ്ഞിക്കിട്ട് സോഷ്യൽ മീഡിയയും. സുരേന്ദ്രൻ ജയിക്കില്ല, ജനശ്രദ്ധ നേടാനുള്ള അടവാണിത്, നടക്കാൻ പോകുന്ന കാര്യമല്ല ഇത് എന്ന് D. സിദ്ദിഖ് MLA പറഞ്ഞു. ആളുകളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണിത്. വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണിതെന്നും മുൻ MLA CK ശശീന്ദ്രൻ പറഞ്ഞു. സാഹിത്യകാരും എഴുത്തുകാരും ഇതിനോടകം വിമർശനവുമായി രംഗത്തെത്തി. ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു K. സുരേന്ദ്രൻ പേര് മാറ്റുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. ഇന്ന് താമരശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും തൻ്റെ നിലപാട് ആവർത്തിച്ചു. ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി. വൈദേശിക ആധിപത്യത്തിൻ്റെ ഭാഗമായി വന്നതാണ് സുൽത്താൻ ബത്തേരി. കോൺഗ്രസിനും LDFിനും സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനാണ് താൽപ്പര്യം. അക്രമിയായ ഒരാളുടെ പേര് പറയുന്നത് എന്തിനാണെന്ന് തനിക്കറിയില്ല എന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. നാടിനെയോ അവിടുത്തെ വികസനത്തെയോ കുറിച്ചല്ല പറയുന്നത്. വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുമല്ല പറയുന്നത്. ഇനി ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയോ നാടിൻ്റെ വികസനത്തിന് കുറിച്ചോ പറഞ്ഞാലും 15 ലക്ഷം അക്കൗണ്ടിൽ വന്നില്ല, 50 രൂപ പെട്രോളും കിട്ടിയില്ല എന്ന് ജനങ്ങൾ പറഞ്ഞു പുച്ഛിക്കുമെന്നും ജനങ്ങളുടെ നികുതി പണം ബോണ്ടാക്കി കോടികൾ അടിച്ചു മാറ്റിയതിനെക്കുറിച്ചും ജനങ്ങൾ പറയുമെന്നും സുരേന്ദ്രൻ അറിയാം. അഥവാ ജയിച്ചാൽ അവിടുത്തെ ഹിന്ദുക്കളല്ലാത്തവരെല്ലാവരും ഹിന്ദു നാമധാരികൾ ആകണം, അതായത് മുസ്ലിം ക്രിസ്ത്യൻ പേര് മാറ്റണം എന്ന് പറയോ ആവോ. വെറും സ്ഥാനാർത്ഥിയായിരിക്കെ വർഗീയത. അപ്പോൾ അധികാരത്തിൽ വന്നാലോ? ത്രൂ റാട്ടി പറഞ്ഞതുപോലെ ഇന്ത്യ ഏകാധിപത്യത്തിലേക്കാണോ?